ഓപ്പോയുടെ ഓപ്പോ റെനോ 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഓപ്പോ റെനോ 12 എന്ന പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ സ്പെസിഫിക്കേഷന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിരിക്കും. പല ഡൗൺ ഗ്രേഡ്സും ഇന്ത്യൻ വെർഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ ചൈനീസ് വെർഷന്റെ അത്ര മികച്ച ഫീച്ചേഴ്സ് ഇന്ത്യൻ വെർഷനിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 12 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ റെനോ 12 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്ത് കിട്ടായിരിക്കും. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1200 nits ആയിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. ഇത് ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു പ്രോസസ്സറാണ്. ചൈനീസ് വെർഷനിൽ MediaTek Dimensity 8250 എന്ന പ്രോസസ്സർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പക്ഷേ ഇന്ത്യൻ വെർഷനിലോട്ട് വരുമ്പോൾ അത്ര മികച്ചൊരു പ്രോസസ്സർ വന്നോളണം എന്നില്ല. എന്നാലും മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോണിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും MediaTek Dimensity 7300 എന്നുള്ള പ്രോസസ്സർ. പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പക്ഷേ ചൈനീസ് വെർഷൻ്റെ അത്ര മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വന്നോളണം എന്നുമില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 MP ഒരു സെൻസറും ഇതിൽ വന്നേക്കാം. പിന്നെ ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോണിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 12 വരുമ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അതൊരു ഡൗൺ ഗ്രേഡ് ആയേക്കാം. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. പക്ഷെ ഓപ്പോ റെനോ 12 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ഗ്രേഡ് ഇതിൽ വന്നേക്കാം. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ. പിന്നെ ചൈനീസ് വെർഷനിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ വെർഷനിൽ അത് സ്കിപ്പ് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. പഴയ വെർഷനിൽ 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വിലയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 26,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതിനടുത്ത് വരുന്നൊരു പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും BI സർട്ടിഫിക്കേഷൻ സൈറ്റിലേക്ക് ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത് തന്നെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോ റെനോ 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.